പ്ലഗ് പോയിന്റ് കാണാം. അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ വയർ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്ലഗ് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇടണം. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ പ്ലഗ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചാൽ അതിലേക്ക് ചാർജ് വരത്തില്ല, ലൈറ്റ് കത്തത്തില്ല. അപ്പോൾ സ്വിച്ച് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ കണക്ഷൻ വരണം. ഈ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് ആവണം. ഈ കണക്ഷനാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയവും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ഹൃദയവുമായിട്ട് കണക്റ്റ് ആവണം, യേശുവിൻ്റെ മുഖവുമായി കണക്റ്റ് ആവണം. ആ കണക്ട് ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൂടെയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഓരോ രഹസ്യവും നമ്മൾ എടുത്ത് ധ്യാനിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലഗ് കണക്ട് ചെയ്ത് സ്വിച്ച് ഇട്ടതിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചാർജ്, നമ്മുടെ ഈ കറണ്ട് പുറപ്പെടുവിക്കും. ഇതാണ് ജപമാല ഫലപ്രദമാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പല ജപമാലകളും ഫലപ്രദമാവാത്തതിൻ്റെ കാരണം